الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വ്രതശുദ്ധിയുടെ പവിത്രമായ 30 നാളുകൾക്ക് പിറകെ ഈദുൽ ഫിത്റിന്റെ ആവേശമുണർത്തുന്ന ആഹ്ലാദതുന്ദിലമായ പൂർവാഹന നിസ്കാര സംഗമത്തിന് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് ചെയ്യട്ടെ എന്ന ദുആയോടെ വിശുദ്ധമായ ഈദുൽ ഫിത്റിന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിലെ പട്ടിണിയുടെയും ദാഹത്തിന്റെയും സഹനത്തിന്റെയും പിറകെയാണ് ഈദുൽ ഫിത്ർ സമാഗതമായത്. പട്ടിണിയുടെ പിറകെയുള്ള ആഘോഷമാണ്. ഈ ആഘോഷ സന്ദർഭത്തിലേക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നു എന്നത് അവന്റെ നിഅമത്താണ്. ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകൾ ബർസഖിയായ ലോകത്ത് നമ്മെ വിട്ടു പിരിഞ്ഞ് കേവല തുണിക്കഷ്ണങ്ങളിലായി കിടക്കുകയാണ് എന്ന സത്യം ഓർക്കുമ്പോൾ ആയുസ്സും ആരോഗ്യവും അതിനുവേണ്ടി അല്ലാഹു അനുഗ്രഹം ചെയ്ത് അനുകൂലമാക്കിയിരിക്കുകയാണ്. സർവശക്തനായ സർവജ്ഞനായ അല്ലാഹുവിനെ ആദ്യമായി ആത്മാർത്ഥമായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നാം സ്തുതിക്കുകയാണ്. അവന്റെ ത്വാഅത്തിലുള്ള സുദീർഘ ആയുസ് കൊണ്ട് ഇനിയും അല്ലാഹു നമ്മെ ഒരുപാട് ഈദ് അനുഭവിക്കാൻ ആഘോഷിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അനുഗ്രഹത്തിന് ശുക്റാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അനുഗ്രഹം വരുമ്പോൾ ശുക്ർ, മുസീബത്ത് വരുമ്പോൾ സബർ എന്നതാണ്. ശുക്രിന്റെ സംസ്കാരം കുഫറിന്റെ സംസ്കാരത്തിലേക്ക് വഴിമാറിയാൽ അത് ഈമാൻ അപകടത്തിലാകുമെന്ന വളരെ അപകടകരമായ സൂചനയിലേക്കാണ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്. കുഫറിന്റെ സംസ്കാരത്തിൽ പ്രധാനമായി 2 കാര്യം, ഒന്ന് ലഹരിയും മറ്റൊന്ന് സെക്സുമാണ്. കഴിഞ്ഞകാല അമ്പിയാക്കളിൽ ഒരുപാട് ആളുകൾ വധിക്കപ്പെടാനുള്ള കാരണം ലഹരിക്കും സെക്സിനുമെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയത് കൊണ്ടാണ്. ബനൂ ഇസ്രായേൽ വിഭാഗത്തിൽ ഒരുപാട് അമ്പിയാക്കളെ സ്വാർത്ഥ താൽപര്യത്തിന്റെ മോഹികളും തടീച്ചയുടെ പൂജകരുമായ അവിശ്വാസികൾ കൊന്നൊടുക്കിയത് തൗഹീദിന്റെ പേരിൽ മാത്രമല്ല, സെക്സിന്റെയും ലഹരിയുടെയും പേരിലാണ്. അവരുടെ ആറാട്ടിന്റെയും സെക്സിന്റെയും ലഹരിയുടെയും ആഭാസങ്ങൾക്കെതിരെ മഹാന്മാരായ അമ്പിയാക്കൾ ശക്തമായ ഭാഷയിൽ വിരൽ ചൂണ്ടിയപ്പോൾ, തിരുത്തിയപ്പോൾ അമ്പിയാക്കൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് കൂർത്തമൂർത്ത ഈർച്ചവാളുകൾ. കുഫറിന്റെ സംസ്കാരം എന്നും തീറ്റിപ്പോറ്റി വളർത്തുന്നത് സെക്സിനെയും ലഹരിയെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനാനന്തരം, പ്രത്യേകിച്ച് നുബുവത്തിന്റെയും പ്രബോധന വീഥിയുടെ ആരംഭത്തിലും സെക്സും ലഹരിയും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി പെരുന്നാൾ എന്ന പേരിൽ അവർ ആഘോഷിക്കുമായിരുന്നു. അള്ളാന്റെ റസൂൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഈ 2 ബഹളാമയമായ അന്തരീക്ഷത്തിൽ മാനത്തെയും തറവാടിനെയും അഭിമാനത്തിനെയും പിച്ചി ചീന്തുന്ന, ബഹളം കൊണ്ടുള്ള, ആറാട്ട് പേക്കൂത്ത് കൊണ്ടുള്ള, ആക്രോശം കൊണ്ടുള്ള, മനുഷ്യന്റെ ചോര കൊണ്ട് കളിക്കുന്ന, മനുഷ്യന്റെ അഭിമാനം കൊണ്ട് കളിക്കുന്ന, മനുഷ്യന്റെ മനുഷ്യത്വം തകർത്തുകൊണ്ട് കളിക്കുന്ന ഈ ആഘോഷങ്ങൾക്ക് പകരമായി 2 ആഘോഷങ്ങളെ നിങ്ങൾക്ക് വിശുദ്ധമായിട്ടുള്ള ഇസ്ലാം പകരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ പെരുന്നാളിനെ ഈ ശരീഅത്തിൽ പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ ഏതൊരു ആറാട്ടും ആഭാസവും, ഏതൊരു സെക്സും ലഹരിയും, ഏതൊരു കൊലയും ചതിയും കണ്ടുകൊണ്ടാണോ അള്ളാന്റെ റസൂൽ ഞെട്ടിയിട്ട് തൽസ്ഥാനത്ത് അനുഗ്രഹത്തിന്റെ പേമാരികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഉതകുന്ന പരിശുദ്ധമായ പെരുന്നാളിനെ പ്രതിഷ്ഠിച്ചത് എങ്കിൽ ഇന്നത്തെ സമൂഹം ആ പഴയകാല ദുരാചാരത്തിന്റെ, അധർമ്മത്തിന്റെ മൃഗീയതയിലേക്ക് ആഘോഷങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് ഖേദകരമായിട്ടുള്ള സത്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പെരുന്നാളിന് പോലും ഇറങ്ങുന്ന വാർത്താമാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഹൃദയം ഉരുകുകയാണ്.
സ്വന്തം ഉമ്മാനെ അടിച്ചു കൊന്ന പ്രിയപ്പെട്ട മകൻ ഇന്നത്തെ പേപ്പറിൽ പ്രത്യക്ഷപ്പെടുകയാണ്. റോഡില് വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ തുടർന്ന അതുമായി ബന്ധപ്പെട്ട് വന്ന ഉടലെടുത്ത സംഘർഷം ഒരു ചെറുപ്പക്കാരന്റെ കൊലയിലാണ് കലാശിച്ചത്. അതും ഇന്നത്തെ റിപ്പോർട്ടിലാണ്. ലോകത്തെ മൊത്തം കാരുണ്യത്തിന്റെ ചിറകിൽ പൊതിയാൻ വേണ്ടി വന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ സാഗരമായ ഹൃദയത്തിന്റെ വിജ്ഞാനത്തിന്റെ സത്യത്തിന്റെ നീതിയുടെ നന്മയുടെ ധർമ്മത്തിന്റെ പ്രകാശത്തിന്റെ മനുഷ്യ വ്യാഖ്യാനമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തുൽ ലിൽ ആലമീന്റെ നഗരിയിൽ പോലും നിരപരാധികൾ ചാവേർ സ്ഫോടനം കൊണ്ട് കൊല ചെയ്യപ്പെടുകയാണ്. അല്ലാഹുർക്കൊക്കെയും രക്തസാക്ഷികളുടെ പ്രതിഫലം കൊടുത്ത അനുഗ്രഹം. ഈ രീതിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പെരുന്നാളിന് ഇറങ്ങുന്ന പേപ്പറുകൾ പോലും നമ്മുടെ മനസ്സൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ കൊലകളും ചതികളും പാരകളും പോരുകളും കുടുംബ വഴക്കുകളും പരസ്പരമായ ഭിന്നിപ്പും വിധ്വംസക പ്രവർത്തനങ്ങളും ആയി കണ്ണിന്റെ നീര് വറ്റി ചോരയിറങ്ങുന്ന, ഹൃദയം തപിക്കുന്ന, കരളൊരുകുന്ന റിപ്പോർട്ടുകൾക്ക് മധ്യയാണ് പെരുന്നാൾ നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ശുക്ർ കുഫറിലേക്ക് ട്രാക്ക് മാറരുത്. ഈ പെരുന്നാൾ ആഘോഷത്തോടു കൂടി കഴിഞ്ഞ 30 നോമ്പ് ആരുടേതാണ് അള്ളാഹു സ്വീകരിച്ചത് എന്ന തീരുമാനം ഇന്നും നാളെയുമായി സമൂഹം മനസ്സിലാക്കാൻ പോവുകയാണ്. ആരുടെ നോമ്പാണ് അള്ളാഹു സ്വീകരിച്ചത്? ഇസ്ലാമിൽ അമാലുകൾ കബൂൽ ചെയ്യപ്പെട്ടോ എന്ന് ലക്ഷണങ്ങൾ പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഹജ്ജാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും പെരുന്നാളാണെങ്കിലും നോമ്പ് സഹിഹായോ ഇല്ലേ, അംഗീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നത് മനസ്സിലാക്കാൻ ഈ സമൂഹം ഇന്നും നാളെയും എന്ത് ചെയ്യുന്നു എന്നാണ് വിലയിരുത്തേണ്ടത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ടത് അധരത്തിന്റെയും ഉദരത്തിന്റെയും ഗുഹ്യത്തിന്റെയും കടിഞ്ഞാണ്. അത് കഴിഞ്ഞ 30 ദിവസങ്ങളിൽ പരിശീലിച്ചവരാണ് നമ്മൾ. ഏറ്റവും പ്രധാനപ്പെട്ട, പിടിച്ചു നിർത്താൻ ഏറ്റവും പ്രയാസപ്പെട്ട 3 കാര്യങ്ങൾ ജീവിതത്തിൽ 30 ദിവസങ്ങളെ കൊണ്ട് പരിശീലിച്ച് തക്കവക്ക് പാകപ്പെട്ട പ്രകൃതിയുടെ ഉടമകളാണ് നമ്മൾ. അതിനുശേഷമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ പരിശീലനം കൃത്യമായി പ്രകടമാകേണ്ടത് ഇന്നും നാളെയുമാണ്. ഇന്നത്തോടുകൂടി പെരുന്നാൾ അവസാനിച്ചെങ്കിലും സമൂഹത്തിന്റെ പെരുന്നാൾ ഒരുപാട് ദിവസങ്ങളിലേക്ക് നീണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് 30 ദിവസങ്ങളിലെ പരിശീലനം ആർക്കാണ് അനുകൂലമായത്, ആരിലാണ് എഫക്റ്റ് ആയത്, ആരിലാണ്, ആരുടെ ഈമാനിലാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് കൃത്യമായി വ്യക്തമായി ഒപ്പിയെടുക്കാൻ കഴിയുന്ന മണിക്കൂറുകളിലാണ് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു കഴിഞ്ഞ 30 നാളുകൾ അവൻ അംഗീകരിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ അവനെ തൃപ്തിപ്പെടുത്തിയിട്ട് ആഘോഷങ്ങൾ അനുവദനീയമായ രീതിയിൽ മാത്രം ചുരുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാളിന്റെ ഏറ്റവും വലിയ ആഘോഷം തക്ബീറാണ്. സയ്യിനു അയാദക്കും ബിത്തക്ബീർ, നിങ്ങൾ പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് അലങ്കരിക്കുക എന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തക്ബീർ ആകട്ടെ അതിന്റെ തുടക്കം അല്ലാഹു വലിയവനാണ് എന്ന പ്രഖ്യാപനമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ തടി വലുതല്ല, എന്റെ ഫ്രണ്ട്ഷിപ്പ് വലുതല്ല, എന്റെ കുടുംബം വലുതല്ല, എന്റെ പണം വലുതല്ല, എന്റെ ഒന്നും വലുതല്ല, എന്റെ സർവസ്വവും പടച്ചവനിൽ സമർപ്പിതമാണ്. അള്ളാഹു എന്ത് പറഞ്ഞു അതിനപ്പുറം ഞാൻ ചെയ്യൂല. അതാണ് തക്ബീറിന്റെ പൊരുൾ. ഇത് വായ കൊണ്ട് പറയുകയും റോട്ടിലിറങ്ങിയാൽ അതിന് നേരെ എതിർ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരർത്ഥത്തിൽ കാപ്പട്യത്തിന്റെ ആളുരൂപമായിട്ട് മാറുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൂടാതെ ഈ പെരുന്നാളിൽ നമ്മോടുകൂടെ ഇതുപോലെ തക്ബീർ ചൊല്ലാനും പള്ളിയിൽ ഒരുമിച്ച് കൂടാനും ആഗ്രഹിച്ചിരുന്ന പല ആളുകളും, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അയൽവാസികളിൽപ്പെട്ട ആളുകൾ, നമ്മുടെ ഉറ്റവരിൽപ്പെട്ടവർ, ഉടയവരിൽപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിച്ചവർ, നാം സ്നേഹിച്ചവർ, പലരും മീസാനിന്റെ അടിയിൽ, മൂടുകല്ലിന്റെ അടിയിലായി കിടക്കുകയാണ്. അവര് പെരുന്നാൾ ആഘോഷിക്കാൻ ആഗ്രഹിച്ചവരായിരുന്നു. നോമ്പിന്റെ മുമ്പും നോമ്പിലും ഒക്കെ ആയിട്ട് അവർ അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകിയിട്ട് പരലോകം അണഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പെരുന്നാൾ ആഘോഷിക്കാൻ, പള്ളിയിൽ വരാൻ, പുത്തനുടയാളുകൾ അണിയാൻ, സുഭിക്ഷമായി കഴിക്കാൻ, രസകരമായി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ജീവശവങ്ങളായി, ചലിക്കുന്ന മൃതദേഹങ്ങളായി പള്ളിയിൽ നിന്ന് തക്ബീർ കേൾക്കുമ്പോൾ കട്ടിലിൽ കിടന്ന് കൊക്കിക്കൊരച്ചത് കേട്ടുകൊണ്ട് കണ്ണ് നിറക്കുന്ന പാവങ്ങളായ 25കാരെയും 27കാരെയും 19കാരെയും നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നട്ടെല്ലിന് ക്യാൻസറായി, ലിവറിന് പഴുപ്പായി,
അണ്ണാക്കിന് ക്യാൻസറായി, നാക്കിന് ക്യാൻസറായി, കുടലുകൾക്ക് ക്യാൻസറായി, വയറ്റിൽ ക്യാൻസറിന്റെ മുഴയായി, കിഡ്നി രണ്ടും തകർന്ന് 2-3 ആഴ്ചകൾ വിദഗ്ധരായ ഡോക്ടർമാർ അവധി പറഞ്ഞ് കലണ്ടറിലേക്ക് ഡേറ്റ് നോക്കി അസ്രായിലിന്റെ വരവ് കാത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് ഒരൽപ്പം ഭക്ഷണം ഇറങ്ങാതെ, ഒരൽപ്പം പായസം ഇറങ്ങാതെ, ഒരൽപ്പം സർബത്തിന്റെ രുചി അറിയാതെ തളർന്ന് കട്ടിലിൽ കിടക്കുന്ന അസ്ഥികൂടം പോലെ കട്ടിലിൽ കിടക്കുന്ന ചലിക്കുന്ന മയ്യത്തുകളെ നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഏത് മഴയാണ് നമ്മെ കീഴ്പ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ചത് നമുക്കറിയില്ല. ഏത് വണ്ടിയുടെ ടയറാണ് നമ്മുടെ തല ചമ്പന്തിയാക്കാൻ അങ്ങാടിയിലൂടെ ഓടുന്നത് എന്ന് നമുക്കറിയില്ല. ഇന്നും വാഹനാപകടത്തിൽ മലപ്പുറം ജില്ലയിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും അറിയാതെ അള്ളാഹുവിന്റെ വിധിക്ക് വേട്ടയാടപ്പെടുന്ന ബലിയാടുകളായി പുത്തനടയാളുകൾ അണിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഖാലിഖായ റബ്ബിനെ മറക്കരുത്. അവന്റെ നിയന്ത്രണത്തിലാണ് നമ്മളൊക്കെയും എന്ന കാര്യം പണത്തിന്റെ ഊക്കുകൊണ്ടോ, ആരോഗ്യത്തിന്റെ ഊക്കുകൊണ്ടോ, രക്തപ്രസരിപ്പിന്റെ യുവത്വ പ്രതാപം കൊണ്ടോ പ്രിയപ്പെട്ടവരെ, മുഹിബ്ബീങ്ങളെ, നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമുക്ക് അവനെ ഓർക്കാനുള്ള ഒരു കൽബും അവനെ വണങ്ങാനുള്ള ഒരു മനസ്സും അവനെ സമർപ്പിക്കാനുള്ള കൈകാലുകളും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായിട്ടുള്ള ആഘോഷത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് രോഗികളെ സന്ദർശിക്കലാണ്, പാവങ്ങളെ സഹായിക്കലാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി പള്ളിയിലേക്ക് നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരു വഴിയിലൂടെ വരികയും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെ ആകുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഫിഖ്ഹിലും സുന്നത്ത് അങ്ങനെയാണ്. പറ്റുമെങ്കിൽ ഒരു വഴിയിലൂടെ വന്നാൽ പോകേണ്ടത് മറ്റൊരു വഴിയിലൂടെയാണ് സുന്നത്ത്. വരവും പോക്കും ഒരു വഴിയിലൂടെ ആയാൽ അത് വിരോധമില്ല. പക്ഷെ സുന്നത്ത് ഇങ്ങനെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു വഴിയിലൂടെ വരുമ്പോൾ ആ വഴിയിലുള്ള രോഗികളെ സന്ദർശിക്കാം, ആ വഴിയിലുള്ള പാവങ്ങളെ സഹായിക്കാം. ഇനി അതിലൂടെ പോയാൽ അവരെ തന്നെയാണ് പിന്നെയും കാണാനുള്ളത്, അവർക്ക് തന്നെയാണ് പിന്നെയും സമ്പത്ത് കൊടുക്കാനുള്ളത്. പക്ഷെ വഴിമാറിയാൽ പുതിയ രോഗികളെ കാണാം, പുതിയ പാവങ്ങൾക്ക് അരി നൽകാം, പുതിയ പാവങ്ങൾക്ക് കാരക്ക നൽകാം, പുതിയ പാവങ്ങൾക്ക് വസ്ത്രം നൽകാം, പുതിയ പാവങ്ങൾക്ക് പണം നൽകാം. അതിനുവേണ്ടി പള്ളിയിലേക്ക് വന്നു പോകുന്ന ഒരു മഹാനെ മറക്കരുത്. അത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലുള്ള പാവങ്ങളെ പോയി സന്ദർശിക്കുക, കുടുംബത്തിലുള്ള രോഗികളെ പോയി സന്ദർശിക്കുക, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവരിലേക്ക് നീട്ടുക. അവർ ഈ പെരുന്നാളിൽ നമ്മുടെ സഹായം വാങ്ങി നമുക്ക് അനുകൂലമായിട്ട് കൽബൊന്ന് തുറന്നാൽ, അവരുടെ നയനങ്ങളൊന്ന് നിറഞ്ഞാൽ, അത് നമ്മുടെ 2 ലോക ഇസ്സത്തിനും പറ്റിയ അമലായിരിക്കും എന്ന സന്തോഷം നടപ്പിലാക്കാൻ തീരുമാനിക്കുക എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിയിട്ട് ഞാൻ അറിയിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പുത്തനടയാളുകൾ അണിഞ്ഞ് സുഗന്ധം പൂശി വളരെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുമ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള നോമ്പിലൂടെ നേടിയെടുത്തിട്ടുള്ള പരമവിശുദ്ധമായിട്ടുള്ള തഖ്വയുടെ ഊർജം പിശാച് നമ്മളിൽ നിന്ന് അടർത്തിയെടുക്കുന്നോ എന്ന് ഓരോ അടക്കൊതുക്കങ്ങളിലും ബദ്ധശ്രദ്ധരാകണം, ജാഗ്രത പാലിക്കണം. പ്രവർത്തന ഗോധയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. കഴിഞ്ഞൊരു മാസം പിശാച് ജയിലിലാണ്, ഇന്നവൻ ജയിൽ മോചിതനാണ്. ഇന്നലെ മഗ്‌രിബോടുകൂടി പിശാചും അവന്റെ വാഹകരും ജയിൽ മോചിതരാണ്. നേതാവ് ജയിൽ മോചിതനായാൽ സമ്മേളനം വെക്കും, അവന്റെ അനുയായികളെ വെക്കൽ. നേതാവ് ജയിൽ മോചിതനായാൽ ആർത്തട്ടഹസിക്കും, പക്ഷെ നേതാവിന്റെ അനുയായികളായിരിക്കും. എതിരാളികൾ ആർത്തട്ടഹസിക്കൂല, എതിരാളികൾ സന്തോഷിക്കുകയില്ല, എതിരാളികൾ ആ മനുഷ്യന്റെ മോചനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടുകയില്ല. മറിച്ച് അവൻ ഇറങ്ങിയല്ലോ, ഇത് നമ്മുടെ സംഘശക്തി വർദ്ധിപ്പിക്കണമല്ലോ എന്ന നിലയിൽ ഒരുങ്ങുകയാണ് ചെയ്യാറ്. എന്നാൽ പിശാച് ജയിൽ മോചിതനാണ്, ശവ്വാൽ 1 ജയിൽ മോചിതനാണ്, അള്ളാഹുവിന്റെ ചങ്ങലയാകുന്ന തടവറയിൽ നിന്ന് ജയിൽ മോചിതനാണ്. അപ്പോൾ ഗാനമേള സംഘടിപ്പിച്ചുകൊണ്ട് അവന് അഭിനന്ദനത്തിന്റെ പ്രവാഹം കൊടുക്കാൻ, സ്വീകരണ സമ്മേളനം നടത്താൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മുതിരരുത്. അവന്റെ ഇഷ്ടബോധ്യം ലഹരിയാണ് എന്ന കാര്യം മറക്കരുത്, അവന്റെ ഹോബി സെക്സാണ് എന്ന കാര്യം മറക്കരുത്. ഈ സമൂഹത്തിൽ ചുറുചുറുക്കുള്ള നല്ല നല്ല ചെറുപ്പക്കാരെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയുടെ തീനാളത്തിലേക്ക് അവൻ ചങ്ങലയിട്ട് വലിച്ചു കൊണ്ടുപോകാൻ പ്രധാനമായി ഉപയോഗപ്പെടുത്തുന്നത് 2 കാര്യമാണ്. അതിലൊന്ന് ലഹരിയാണെങ്കിൽ, രണ്ടാമത്തത് സെക്സാണെങ്കിൽ. എന്റെ
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മുഴുവനും പൂർണ്ണമായും വളരെ ഗൗരവതലത്തിൽ അറിയാതെ നമ്മൾ പെടുന്നുണ്ടോ എന്ന ചിന്തയിൽ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന ദുആയോടുകൂടി ഈദ് അതിന്റെ അർത്ഥത്തിൽ അനുഭവിക്കാനും അനുഗ്രഹങ്ങളെ ശുക്റുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ പൊരുത്തം വാങ്ങി പൂർണ്ണമായി സമർപ്പിക്കാനും പടച്ചതമ്പുരാൻ നമുക്ക് തഖ്വയും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടുകൂടി ഒരിക്കൽ കൂടി ഈദ് സന്ദേശം ആശംസകളിൽ ഈദ് സന്ദേശം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.